ആൻഡ് ആപ്പിൾ ഫൈനലി എല്ലാ ലാപ്ടോപ്സിനെയും മറികടന്നുകൊണ്ട് ഇനി ഒരു വജ്രായത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതിൻ്റെ പേരാണ് മാക്ബുക്ക് നിയോ എന്ന് പറയുന്നത്. യെസ്, ഇതേപോലുള്ള ഇടിവെട്ട് കളറായിട്ടാണ് ആപ്പിൾ ഈ ഒരു മാക്ബുക്കും റിലീസ് ചെയ്തിരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മാക്ബുക്ക് നിയോനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. ഇതേപോലെ അടിപൊളിയായുള്ള ആപ്പിൾ കാര്യങ്ങളായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള അടിപൊളിയായ വാൾപേപ്പേഴ്സും ബാക്കി കാര്യങ്ങളും റിലീസാകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് എവിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ ലിമിറ്റ്ലെസ് പോസിബിലിറ്റീസ് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതും മാക്കിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഐഫോണിൻ്റെ ചിപ്സെറ്റ് വെച്ച് വരുന്ന ഒരു ലാപ്ടോപ്പ്. ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഒരേ ഒരു സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് 13 ഇഞ്ചാണ്. ഈ ഒരു 13 ഇഞ്ചിൽ 2 വേരിയൻ്റാണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഒന്ന് 256 GB ഒരു ബേസ് വേരിയൻറ്റും, രണ്ടാമത്തെ 512 GB ഒരു ടച്ച് ഐ ഡി വെച്ചിട്ടുള്ള കുറച്ചും കൂടെ എക്സ്ക്ലൂസീവായ ഒരു ഡിവൈസും. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിൽ 256 GB നിങ്ങൾക്ക് സ്റ്റോറേജ് ഇട്ടുള്ളൂ. ആൻഡ് കീബോർഡിലൊക്കെ ഉണ്ടാകുന്ന പോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലോക്ക് ബട്ടൺ മാത്രമായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ 512 GB നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ടച്ച് ഐ ഡി നമ്മുടെ മാക്കിലൊക്കെ ഉണ്ടാവുന്ന ആ സെയിം ടച്ച് ഐ ഡി രണ്ടാമത്തെ മോഡലിലും അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ഡിവൈസ് വരുന്നത് 4 കളർ വേരിയൻ്റാണ്. ഒന്ന് സിൽവർ, രണ്ടാമത്തെ ഇൻഡിഗോ, മൂന്നാമത്തെ സിട്രസ്, നാലാമത്തെ ബ്ലഷ് എന്ന് പറഞ്ഞ കളറിൽ. ഈ 4 കളർ വേരിയൻറ്റിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സിട്രസ് എന്ന് പറഞ്ഞ കളറാണ്. കാരണം അതിനൊരു പെർഫെക്റ്റ് യെല്ലോയിഷ് കളറ്, ഒരു മൈൻഡ് ബ്ലോയിങ്, അതോടൊപ്പം തന്നെ കോർ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിലൊന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് യെല്ലോ, റെഡ് എന്നീ പറഞ്ഞ കളേഴ്സ് എല്ലാം ഭയങ്കര താല്പര്യമുള്ളതാണ്. ഇനി അടുത്തത്, ഈ ഒരു ഡിവൈസിൽ വന്നിരിക്കുന്ന സ്പെക്കിൽ എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ A18 Pro എന്നൊരു ചിപ്സെറ്റാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു iPhone 16 Proയിൽ വെച്ചിരുന്ന സെയിം ചിപ്സെറ്റ്. പക്ഷേ ഈ ഒരു ചിപ്സെറ്റ് ആപ്പിൾ ബിൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് iPhone 16 Pro Maxലും പ്രോയിലും 6 കോർ GPU ആണ് വന്നിരുന്നെങ്കിൽ ഈ ഒരു മാക്ബുക്ക് നിയോയിലേക്ക് വരുമ്പോൾ 5 കോർ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 8 GB യൂണിഫൈഡ് മെമ്മറി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു sRGB ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, അല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രൂ ടോണും ബാക്കി കാര്യങ്ങളൊന്നും ലഭിക്കില്ല. ആൻഡ് 500 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഔട്ട്ഡോറിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഡിവൈസിൻ്റെ ഒക്കെ എന്താ പറയുക കീ ഫീച്ചേഴ്സ് മനസ്സിലായില്ലേ. അടുത്തത്, ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് എന്തൊക്കെ പെരിഫറൽസ് ആണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ആകെ 2 USB-C ആണ് ലഭിക്കുന്നത്. ഈ 2 USB-Cയും USB 3 എന്ന് പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷനാണ്. അതോടൊപ്പം ഒരു 3.5 നോർമൽ ഹെഡ്ഫോൺ ജാക്കാണ് ലഭിക്കുന്നത്. വേറെ ഒരു ഹൈ ഫിഡിലിറ്റി സോങ്സോ ബാക്കി ഒന്നും നിങ്ങൾക്ക് ഈ പറയുന്ന ഹെഡ്ഫോൺ ജാക്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ സ്പീക്കേഴ്സിൻ്റെ കാര്യം, പൊതുവേ നമ്മൾ കണ്ട എല്ലാ മാക്കും ഒന്നെങ്കിൽ നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീന് ഇമേഴ്സീവ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ 2 സൈഡിൽ നിന്നും ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ ഈ ഒരു മാക്ബുക്കിൽ സൈഡ് ഫയറിംഗ് ആയിട്ടാണ് ആപ്പിൾ സ്പീക്കേഴ്സ് വെച്ചിരിക്കുന്നത്. 2 സൈഡിലേക്കുമാണ് സൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വിത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ കണ്ണെന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ ഉണ്ടായ എല്ലാ ഡിവൈസിലും 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് ലഭിച്ചത്. ഈ ഒരു മാക്ബുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 180 പിക്സലിൻ്റെ ഒരു ഫേസ് ടൈം ക്യാമറ ലഭിക്കുന്നുണ്ട്. ഇനി ഐഫോൺ ഉള്ളവർക്കാണെങ്കിൽ കണ്ടിന്യൂറ്റി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ആൻഡ് A18 ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസും ബാക്കി എല്ലാ ആപ്പിൾ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയുള്ള ഫീച്ചേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഡിവൈസ് ആർക്കാണ് സപ്പോർട്ട് ആവുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഈ ഒരു ഡിവൈസ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് റൺ ചെയ്യുന്ന ഒരു ഓൺടർപ്രണർ ആണോ, കണ്ണും പൂട്ടി ഈ ഒരു ഡിവൈസ് എടുത്തോ നിങ്ങൾക്ക് അത്രയും വേദിട്ടായിരിക്കും. ഇവൻ തോ നിങ്ങളൊരു ഐഫോൺ യൂസറും കൂടെ ആണെങ്കിൽ വേറെ ഒരു ഡൗട്ടും വേണ്ട, ഈ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മാക്ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മാക്ബുക്ക് എടുത്തു എന്ന് പറയുമ്പോഴും മാക്ബുക്കിൻ്റെ പ്രൈസ് അറിയണ്ടേ. 512 GB അല്ലെങ്കിൽ നമുക്ക് 256 പിടിക്കാം. ഏറ്റവും ബേസ് വേരിയൻറ്റ് വരുന്നത് 69,900 രൂപയാണ്. ഇനി
512 GB അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ വിത്ത് ടച്ച് ഐ ഡി ആണെങ്കിൽ 79,900 രൂപ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അയ്യോ ഇത് ചീപ്പല്ലല്ലോ, കുറച്ച് വില കൂടുതലല്ലേ എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഈ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഏതെങ്കിലും സുഹൃത്തോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കൂട്ടുകാരനൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ സ്റ്റുഡൻറ്റ് ID വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ 10,000 രൂപ 2 പ്രൊഡക്റ്റിൽ നിന്നും കുറയും. അതായത് 69,900 രൂപയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 59,900 രൂപക്ക് കിട്ടും. 79,900 രൂപയുള്ള ഡിവൈസ് നിങ്ങൾക്ക് 69,900 രൂപക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ 512 GB നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ 256 GB പ്രൈസ് കൊടുത്താൽ സ്റ്റുഡൻറ്റ് ഓഫറിൽ എടുക്കാൻ പറ്റും. സോ സ്റ്റുഡൻസിനും ഈ ഒരു ഓഫർ ഫാന്റാസ്റ്റിക് ആയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസ് മാസീവ് ഹിറ്റ് ആവാൻ പോകുന്നത് ഈ പറഞ്ഞ വിൻഡോസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയാണ്. നിങ്ങൾ നോക്കി വെച്ചോ, 2026-27 ടൈമിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ബഡ്ജറ്റ് മാക്ബുക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ് ലാപ്ടോപ്പ് ഈ വരുന്ന മാക്ബുക്കിൻ്റെ നിയോ ആയിരിക്കും. എഴുതി വെച്ചോ. ആൻഡ് മോസ്റ്റ് ഫേവറേറ്റ് എൻ്റെ കളറ് സിട്രസ് ആണ്. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയ കളർ തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള ആപ്പിളിലെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് അറിയണമെങ്കിൽ നമ്മൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായം തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള റെഗുലർ അപ്ഡേറ്റ്സ് എല്ലാം സ്റ്റോറി ആയിട്ടും അതോടൊപ്പം റീൽസ് ആയിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലിങ്ക് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.